വളരെ വിഭവസമൃദ്ധമായ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ, മട്ടൻ, ബീഫ്, പോർക്ക് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട്. ഇതെല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞാലും ചിലർ കാണാൻ ആ എല്ലിൻ്റെ ഉള്ളിലെ മജ്ജ എടുത്തിട്ട് വലിച്ചു തുമ്പി വളരെ വളരെ സന്തോഷത്തോടെ കഴിക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തുള്ള പ്ലേറ്റിൽ ആളുടെ ഇപ്പോൾ റിലേറ്റീവ്സോ മക്കളൊക്കെ ആണെങ്കിൽ അതും എടുത്തിട്ട് അതിന് എല്ല് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ മജ്ജ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ ക്രേസി ആയിട്ട്. ഇതിൻ്റെ പിന്നിൽ എവല്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു രസകരമായ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെറ്റർ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശിലായുഗത്തിലേക്കൊന്ന് ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ ആദ്യം മരത്തിൻ്റെ മുകളിലായിരുന്നു ജീവിച്ചിരുന്നത് കുരങ്ങന്മാരായിട്ട്. അങ്ങനെ മനുഷ്യൻ ഭൂമിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഗുഹകളിലൊക്കെ ജീവിച്ചു തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് ആ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നതും മനുഷ്യൻ തന്നെയാണ്. കാരണം ഒരു ശക്തമായ ശരീരമൊന്നുമില്ല, ആക്രമിക്കാൻ മറ്റുള്ള മൃഗങ്ങൾക്കുള്ള ബെനിഫിറ്റ്സുകളൊന്നും തൻ്റെ ശരീരത്തിന് ഇല്ലാത്ത സമയം. ഒരു ദിവസം ഒരു സിംഹം ഒരു വലിയ മാനിനെ അങ്ങ് വേട്ടയാടാണ്. മാനിനെ വേട്ടയാടിയിട്ട് സിംഹം അതിന് മധ്യ വരുവോളം അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ സിംഹം പോയി. അപ്പോൾ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാർ ഇത് കാണുന്നുണ്ട്. സിംഹം പോയി കഴിഞ്ഞാൽ ആ മാനിൻ്റെ മാംസം ബാക്കി കഴിക്കാമെന്ന് വിശ്വസിച്ച് അവർ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് ആ മാനിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. സിംഹം പോയ വഴിക്ക് പുലികളാണ് വരുന്നത്. പുലികളോ കടുവകളൊക്കെ വന്നിട്ട് ബാക്കി മാംസം കഴിച്ചു. അവരും പോയി. മനുഷ്യൻ വീണ്ടും അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കുറുക്കന്മാരും കുറുനരികളും മറ്റു ജീവജാലങ്ങളും വരുന്നത്. ഇവരുമായി മൽപ്പിടിച്ചിട്ട് ആ മാംസം എടുത്ത് കഴിക്കാനുള്ള ശക്തി അവിടെയും മനുഷ്യനില്ല. അപ്പോൾ അവർ കഴിക്കുന്നതും വരെയും മനുഷ്യൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ കഴുകന്മാർ വരെ വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യർ പാറക്കെട്ടിൻ്റെയും മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ആ മാനിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മാനിൻ്റെ ശരീരത്തിൽ മാംസത്തിൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ച് മാംസവും ആ അസ്ഥികൂടവും മാത്രമാണ് അവിടെ കിടക്കുന്നത്. വിശന്ന് വരഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഓടി വന്നിട്ട് ആ എല്ലിന്മേലുള്ള ഭക്ഷണം കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു. പക്ഷെ അവരുടെ വിശപ്പ് മാറിയിട്ടില്ല, ഇനി അവർക്ക് വേണം. പക്ഷെ എന്താണ് സൊല്യൂഷൻ ഉള്ളത്? അപ്പോഴാണ് അവർ ആ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ചോരയും ഒക്കെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അവരുടെ മുന്നിൽ ഇനി ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല കല്ലുകൾ എടുത്തിട്ട് ആ എല്ല് കുത്തി പൊട്ടിക്കുക എന്നുള്ളതാണ്. ആ എല്ല് കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ മജ്ജ, എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ വടി കൊണ്ടോ വിരൽ കൊണ്ടോ കോരിയെടുത്ത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള സൊല്യൂഷൻ. കാരണം മനുഷ്യന് അത് തിന്നാൻ മാത്രമായിരുന്നു തുടക്കകാലങ്ങളിൽ യോഗം. മാംസമെല്ലാം കരുത്തരായ മൃഗങ്ങൾ തിന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ആയുധം ഉപയോഗിച്ചത് കല്ലുകളാണ്. ഈ എല്ലുകൾ കുത്തി പൊട്ടിച്ച് അതിനുള്ളിലെ മജ്ജ എടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ആയുധം ഫസ്റ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്നത്തെ മനുഷ്യന് തനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ജീവിയെ, ഭൂമിയിലുള്ള തനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ജീവിയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളായി ഫ്രീസറിൽ വെച്ചിട്ട് രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവൻ്റെ ആയുധങ്ങളും അവൻ്റെ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. ആയുധങ്ങളുടെ അഡ്വാൻസ് ഫോമിലേക്ക് മനുഷ്യൻ എത്തിയപ്പോഴാണ് ഈ ഫുഡ് ചെയിനിൻ്റെ ഏറ്റവും അവസാനം കിടന്നിരുന്ന മനുഷ്യൻ വളരെ വേഗത്തിൽ ടോപ്പ് ലെവലിലെത്തുന്നത്. അപ്പോൾ ഈ ഒരു മജ്ജയോടുള്ള ആഗ്രഹം മനുഷ്യരുടെ ജീനുകളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിഭവസമൃദ്ധമായൊരു ഭക്ഷണം കഴിച്ചാലും ആ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ഷനാണ്, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ, പലരും അത് വളരെ ആസ്വദിച്ച് വലിച്ചെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ജീൻ പലരുടെയും ശരീരത്തിലുണ്ട്. ചില സമയങ്ങളിൽ സോഷ്യൽ സിറ്റുവേഷനുകളിൽ ഈ ജീൻ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോഴാണ് അവർ ആ മജ്ജ കാണുമ്പോൾ വളരെ ക്രേസായിട്ട് അത് കഴിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് കല്ലെന്ന ആയുധം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരിണാമത്തിൽ ഇതുപോലെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. വരുന്ന 2-3 വീഡിയോകൾ ഇന്നത്തെ മനുഷ്യനും പഴയ മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം, പരിണാമത്തിലുള്ള ആ ബന്ധം നിലനിർത്തുന്ന പലരും രസകരമായിട്ടുള്ള ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.